ഹായ് ഫ്രണ്ട്സ്, സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് നമ്മൾ ചെറിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് നമ്മളുടെ ടോപ്പിക്കായിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർ പണ്ട് തൊട്ടേ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളായാലും കിഴങ്ങുവർഗ്ഗങ്ങളായാലും വിഷരഹിതമായി വിളവെടുക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് എല്ലാവരും പുറകോട്ട് നിൽക്കാനുള്ള പ്രധാന കാര്യങ്ങളിലൊന്നാണ് പന്നിയുടെ ശല്യം. പന്നി നല്ല രീതിയിൽ തന്നെ ആക്രമിച്ച് നമ്മുടെ കൃഷിയിടത്തു നിന്നെല്ലാം നശിപ്പിച്ചു കളയും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നമുക്കും ഉണ്ടായി. നമുക്കിവിടെ പന്നി ശല്യമുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ കൃഷി അങ്ങ് വ്യാപിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ടെറസിലൊക്കെ ആണെങ്കിലും വീടിനോട് ചുറ്റുമുള്ള അടുക്കള തോട്ടത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഞാൻ കണ്ട കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പം അത് നട്ടിട്ടൊരു 3 മാസമായി. ഏകദേശം അതിന് ഒത്തിരി തൈകളൊക്കെ പൊട്ടി കിഴങ്ങുകളൊക്കെ ആയ സമയത്ത്, അതായത് പന്നിക്ക് ഉപയോഗിക്കുന്ന കിഴങ്ങ് കിട്ടുന്ന സമയമായപ്പോൾ അത് മൊത്തം കുത്തി ഇളക്കി കിഴങ്ങെല്ലാം തിന്നിട്ട് നശിപ്പിച്ച് വിട്ടിട്ടേക്കുന്ന കണ്ടോ. ഇത് രാവിലെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം തന്നു. അപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. എന്നാൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വാഴകൾ കണ്ടോ, ഇത് നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ചാക്കാണ്. സിമെൻറ്റ് ചാക്കിൻ്റെ വെള്ളവശം പുറത്ത് കാണുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ഇങ്ങനെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്പൊക്കെ നാട്ടിയിട്ട് കെട്ടി. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വാഴയൊന്നും പന്നി ആക്രമിക്കുന്നില്ല. ഇതുപോലെ ഒരു വാഴയിൽ മാത്രമായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ചുറ്റുമ്പോഴാണ് നമുക്കിങ്ങനെ കണ്ടിട്ടുള്ളത്. ഒരു കോമ്പൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം ഇടുവാണേലും ഉമ്മരത് കുത്തി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര കട്ടിയുള്ള വേലി ഇട്ടാലും ഫെൻസിങ് ഇട്ടാലും എല്ലാം പന്നി അതെല്ലാം കുത്തി ഇളക്കി കളയുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു വാഴയിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുമ്പോഴത്തേന് നമുക്കതിനെ സംരക്ഷിച്ച് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ അനുഭവമാണ് കേട്ടോ. എന്തായാലും കണ്ടോ, ഇവന്മാരിത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്ത് പറയേണ്ടത്. നമ്മുടെ നാടിൽ ഇപ്പോൾ ടൗൺ ഏരിയ പോലും പന്നിശല്യം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോഡിൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓടി വന്നിട്ട് കുത്തിയിട്ടിട്ട് മനുഷ്യൻ അപകടം പറ്റിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്നൊക്കെ. കൃഷി ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്നും മടിക്കുന്നത് അല്ലേ. എന്നാലും നമ്മൾ അടുക്കള തോട്ടത്തിലും അതിനെ പരമാവധി ഇപ്പോൾ കുത്തി കളഞ്ഞാലും ഇവിടുന്ന് ഞാൻ കുറേ അധികം കിഴങ്ങുകൾ എടുത്തു. എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുക. വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ ഈ പന്നിശല്യത്തിനൊക്കെ ഒരു നല്ല രീതിയിലൊരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.